വാർത്തകൾ തുടരുന്നു. മലപ്പുറം പൊന്നാനിയിൽ അഭിഭാഷകനെ ആക്രമിച്ച് മാല പൊട്ടിക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. അന്യസംസ്ഥാന തൊഴിലാളി സൗരവ് രഞ്ജിത്താണ് പിടിയിലായത്. വീടിനോട് ചേർന്നുള്ള ഹോട്ടലിൽ ജോലിക്കാരനാണ് പ്രതി. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. എറണാകുളം മൂവാറ്റുപുഴയിൽ ഇറ്റലിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ പ്രതി പിടിയിൽ. ബംഗളൂരു സ്വദേശി ജോസ് ഫ്രാൻസിസ് ആണ് പിടിയിലായത്. ഇറ്റലിയിലെ സൂപ്പർമാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്യുകയും 5 ലക്ഷം രൂപ പ്രതി തട്ടിയെടുക്കുകയായിരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പോലീസ് സ്റ്റേഷനിൽ ഓട്ടോറിക്ഷ തൊഴിലാളി ജീവനൊടുക്കുമെന്ന് ഭീഷണി മുഴക്കി. പരാതി അന്വേഷിക്കാൻ വിളിച്ചപ്പോഴാണ് ബാലരാമപുരം സ്വദേശി കൈഞ്ഞരമ്പ് മുറിച്ച് സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് യുവാവിനെ പോലീസുകാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തൊഴിലാളി വിരുദ്ധവും അവകാശങ്ങളെ തകർക്കുന്നതുമായ പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഫെഡറേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോൺഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എൻ വിനോദ് കുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ലേബർ കോഡുകളുടെ നടപ്പിലാക്കലിലൂടെ തൊഴിലാളികളുടെ ശമ്പള സംരക്ഷണം, ജോലി സ്ഥിരത, സാമൂഹ്യ സുരക്ഷ, യൂണിയൻ അവകാശങ്ങൾ എന്നീ വിഷയങ്ങൾ ബാധിക്കുമെന്ന സാഹചര്യത്തിലാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം വർക്കലയിൽ 8ാം ക്ലാസ്സുകാരിയുമായി ഗോവയിലേക്ക് കടന്നുകളഞ്ഞ വർക്കല തുമ്പോട് സ്വദേശി ബിനു അറസ്റ്റിൽ. ബിനു ഇൻസ്റ്റാഗ്രാം വഴിയാണ് പെൺകുട്ടിയുമായി പരിചയത്തിലായത്. നവംബർ 18-നാണ് വർക്കലയിൽ നിന്നും പ്രതികൾ പെൺകുട്ടിയുമായി മധുരയിലെത്തുകയും പിന്നീട് ട്രെയിൻ മാർഗം ഗോവയിലേക്ക് പോയി. പെൺകുട്ടിയെ രക്ഷിതാക്കളുടെ പരാതി പോലീസിന് കേസെടുത്തു. പെൺകുട്ടിയെ മധുരയിലും ഗോവയിലും എത്തിച്ച് പെൺകുട്ടിയെ നിരവധി പ്രാവശ്യം ഇയാൾ പീഡനത്തിനിരയാക്കി. പെൺകുട്ടിയുമായി പ്രതി എറണാകുളത്തെത്തിയപ്പോൾ വർക്കല പോലീസിൽ ഇവരെ പിടികൂടുകയായിരുന്നു. പ്രതിയെ വർക്കല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ശുചിമുറിയിൽ വീണ് കാലിന് പരിക്കേറ്റ മുൻ മന്ത്രിയും CPIM നേതാവുമായ ജി സുധാകരനെ പത്തനംതിട്ട പരുമല ആശുപത്രിയിലെത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് ജി സുധാകരൻ ശുചിമുറിയിൽ വീണ് കാലിന് പരിക്കേറ്റത്. 2 മാസത്തെ പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. തൃശൂർ പെരുവാങ്കുളങ്ങരയിൽ യുവാവിന്റെ വീട്ടിലേക്ക് നാടൻ ബോംബെറിഞ്ഞ പ്രതി പിടിയിൽ. പൂത്തോൾ സ്വദേശി ആകാശാണ് പിടിയിലായത്. പെരുവാങ്കുളങ്ങര സ്വദേശി നിധിൻ എന്നയാളുടെ വീട്ടിലേക്ക് കാറിലെത്തിയ സംഘം നാടൻ ബോംബ് എറിഞ്ഞ ശേഷം രക്ഷപ്പെടുകയായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ കൃത്യത്തിന് ഉപയോഗിച്ച വാഹനം ബാംഗ്ലൂരിൽ നിന്നും കണ്ടെത്തി. തൃശൂർ ചാലക്കുടിയിൽ കാനഡയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് 5 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. കരുവന്തല സ്വദേശി നിസ അബ്ദുൾ സലീമാണ് പിടിയിലായത്. പല തവണകളായി ബാങ്ക് അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ അയച്ച് വാങ്ങിയ ശേഷം വിസ ശരിയാക്കി കൊടുക്കാതെയും വാങ്ങിയ പണം തിരികെ കൊടുക്കാതെയും പ്രതി ഒളിവിൽ പോയിരുന്നു. ഗുവാഹത്തി ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി ഇന്ത്യ. 408 റൺസിന്റെ വമ്പൻ ജയത്തോടെ ദക്ഷിണാഫ്രിക്ക പരമ്പര സ്വന്തമാക്കി. 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 140 റൺസിന് എല്ലാവരും പുറത്താക്കുകയായിരുന്നു. 522 റൺസ് വിജയലക്ഷ്യവുമായി 2-27 എന്ന നിലയിൽ അവസാന ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് 113 റൺസ് മാത്രമേ കൂട്ടിച്ചേർക്കാനായുള്ളൂ. ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർമാർക്ക് മുന്നിൽ ഇന്ത്യൻ ബാറ്റർമാർ കറങ്ങി വീണു. സൈമൺ ഹാമർ 6 വിക്കറ്റുകൾ പിഴുതപ്പോൾ കേശവ് മഹാരാജ് 2ഉം സെനുരൻ മുത്തുസ്വാമിയും ജെൻസണും ഓരോ വിക്കറ്റുകളും സ്വന്തമാക്കി. പ്രോട്ടിസ്റ്റ് നിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മാക്രോ ജാൻസനാണ് കളിയിലെ താരം. സൈമൺ ഹാമറാണ് പരമ്പരയിലെ താരം. ആദ്യ ഇന്നിംഗ്സിൽ 489 റൺസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ 201-ന് പുറത്താക്കിയിരുന്നു. 2ാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 260 റൺസ് കൂടി ചേർത്ത് ദക്ഷിണാഫ്രിക്ക ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. 2ാം ഇന്നിംഗ്സിൽ 87 പന്തിൽ 54 റൺസ് നേടിയ രവീന്ദ്ര ജഡേജ മാത്രമാണ് ഇന്ത്യയിൽ നിരയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. 25 വർഷത്തിനിടെ ഇന്ത്യയിൽ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ പരമ്പര വിജയം കൂടിയാണിത്. കാസർഗോഡ് സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. ദേളി കുന്നുപാറയിലെ മുബഷീറാണ് മരിച്ചത്. മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.
ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെയാണ് മുബഷീറിനെ ജയിൽ അധികൃതർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. വിദേശത്തായിരുന്ന മുബഷീർ 2 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. 3 ആഴ്ച മുൻപ് പോക്സോ കേസിൽ വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. തുടർന്ന് കോടതി റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയക്കുകയായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു. പക്ഷെ നിയമം എന്താണെന്ന് വെച്ചാൽ അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അറിയിക്കണം. അത് അറിയിച്ചിട്ടില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷം പറയുന്നത് മരിച്ച് നിങ്ങൾ പോയിട്ട് ബോഡി കണ്ടോന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്തെല്ലാം ദുരൂഹതയുണ്ടെന്നുള്ള ഒരു സംശയങ്ങളുണ്ട് നമ്മൾക്ക്. ഇപ്പോൾ ജയിലിൽ നിന്ന് തല്ലുന്നത് ഇപ്പോൾ പോലീസുകാരാണോ സഹതടവുകാരാണോ ആരാണെന്ന് നമുക്കറിയില്ല. അതാരാണെന്നുള്ളത് നമുക്ക് അറിയണം. കഴിഞ്ഞ ദിവസം മാതാവും 2 ദിവസം മുൻപ് വിദേശത്തു നിന്നും എത്തിയ അനുജനും സബ് ജയിലിലെത്തി മുബഷീറിനെ കണ്ടിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞിരുന്നില്ലെന്നും ജയിലിനകത്ത് മർദ്ദനമേൽക്കേണ്ടി വന്നുവെന്ന് മുബഷീർ തങ്ങളോട് പറഞ്ഞതായും ബന്ധുക്കൾ പറഞ്ഞു. ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. മർദ്ദിച്ചെന്ന് പറഞ്ഞേ അതിൻ്റെ മൊത്തത്തിൽ മർദ്ദിക്കുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നവർ പറഞ്ഞത്. മൊത്തത്തിൽ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്. നിൽക്കാൻ പറ്റുന്നില്ല, ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല. എന്നെ കണ്ണൂരിലേക്ക് മാറ്റി ഇല്ല അങ്ങനെ ഒന്ന് പെട്ടെന്ന് ഇറക്കി കളാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് തള്ളിയോണ്ട് നമുക്കൊന്നും കാട്ടാൻ പറ്റൂലല്ലോ. ഒരു നിയമം ഇതിൽ തന്നെ പോണ്ടേ. വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തി സംഭവത്തിന്റെ ദുരൂഹത അകറ്റണമെന്നും നെല്ലിക്കുന്ന് MLA ആവശ്യപ്പെട്ടു. അപ്പോൾ അവരോട് വളരെ സങ്കടപ്പെട്ടാണ് അയാൾ സംസാരിച്ചത്. എനിക്ക് ജയിലിനകത്ത് വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നുണ്ട്, എന്നെ അടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് അവിടെയുള്ള മറ്റ് തടവുകാർ ഇവരൊക്കെ അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഈ കുടുംബം ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഗുളിക കഴിക്കേണ്ട ഒരു അസുഖവും അയാൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു അസുഖവും ഇല്ല. അപ്പോൾ നിർബന്ധിച്ച് അയാളെ കൊണ്ട് ജയിലിനകത്ത് വെച്ച് ഏതോ ഗുളിക കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായും വളരെയധികം ദുരൂഹതയുള്ള കാര്യമാണ്. 4-5 ഡോക്ടർമാരുടെ സംഘം ഒരു ടീം പോസ്റ്റ്മോർട്ടം നടത്തും. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഒക്കെ നമുക്ക് കാത്തിരിക്കണം, അതാണ് പറയാറ്. അപ്പോൾ ഈ റിപ്പോർട്ട് വരുന്നത് വരെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുക. റിപ്പോർട്ടിൽ ഈ പറഞ്ഞ ദുരൂഹതകളുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ആളുകളെ തീർച്ചയായും നമുക്ക് അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതുണ്ട്. മുബഷീറിന്റെ മരണത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. കണ്ണൂർ പാലത്തായി പീഡനക്കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ഫേസ്ബുക്കിലൂടെ പ്രതികരണവുമായി റിട്ടയർഡ് DYSP റഹീം. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ SP TK രത്നകുമാറിന് മറുപടി നൽകിക്കൊണ്ടാണ് പോസ്റ്റ്. അധ്യാപകനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പലതും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും കുട്ടി പീഡനത്തിനിരയായി എന്ന് പറയുന്ന ദിവസം അധ്യാപകൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ റഹീം FB പോസ്റ്റിൽ കുറിച്ചു. തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും ആരോപിച്ചു. തന്നെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് പ്രവാസി വ്യവസായിയായ റാഫേൽ എന്ന രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിൽ. റാഫേലുമായി സിനിമ ബിസിനസ് സംബന്ധിച്ച് സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. റാഫേലിന് വേണ്ടി സിജോ പലതവണ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും സുനിൽ പറഞ്ഞു. റാഫേലിന് ഞങ്ങൾ ദുബായിൽ കുറച്ച് സിനിമകൾ കളിക്കാൻ കൊടുത്തതിൻ്റെ കണക്കുകൾ സംബന്ധിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷൻ നിൽപ്പുണ്ട്. അതായത് അദ്ദേഹം കുറേ പണം അവിടെ കളിച്ചതിൻ്റെ തരാനുണ്ട്. അപ്പോൾ ആ തർക്കങ്ങൾ കണക്ക് നോക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും ആൾ വിളിക്കുമ്പോൾ വരില്ല. പല ആളുകളോടും പല റോങ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. അങ്ങനെ കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ ആളെ വിളിച്ചിട്ട് ലീഗലി ഞങ്ങൾ മൂവ് ചെയ്യാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കൊട്ടേഷൻ തുടങ്ങിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഞാനപ്പോൾ ഈ സിജോയും ടീമും എൻ്റെ തിയേറ്ററിൽ വന്ന് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ ഒരു തരത്തിലും രക്ഷപ്പെടില്ല. കാരണം ഞങ്ങളുടെ നെറ്റ്വർക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. തൃശ്ശൂർ ജില്ല മാത്രമല്ല, കേരളം മൊത്തം ഞങ്ങളുടെ ഈ ഗുണ്ടകളുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല നെറ്റ്വർക്ക് ഉണ്ട്. ഞങ്ങൾ പട്ടാപകൽ തൃശ്ശൂർ ബ്രൈറ്റ് കുറിക്കമ്പനിയുടെ ചെയർമാനെ കുറിക്കമ്പനിയിൽ കയറിയിട്ട് ചേംബറിൽ കയറി ആക്രമിച്ചിട്ട് ഞങ്ങളതിന് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആളേനും ഞങ്ങൾ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് നാമ്പ്രത്തുകരയിലെ ഹോട്ടലിന് തീ പിടിച്ചു. തൊടുതയിൽ ബീനയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിനാണ് തീ പിടിച്ചത്. ഗ്യാസിൽ നിന്നാണ് തീ പടർന്നത്. തീപിടുത്തത്തിൽ ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തി നശിച്ചു. അഗ്നിരക്ഷാസേന എത്തിയപ്പോഴേക്കും തീ അണഞ്ഞിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തീ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്.
കൊല്ലം പാലക്കടവിൽ KSEBയുടെ അനാസ്ഥയെ തുടർന്ന് ഏതു നിമിഷവും ഒരു അപകടം സംഭവിക്കാമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. താഴ്ന്നു കിടക്കുന്ന വൈദ്യുത ലൈനുകൾ കയർ കൊണ്ട് കെട്ടി നിർത്തിയിരിക്കുകയാണ്. പാലക്കടവിലെ ഈ വൈദ്യുതി ലൈനുകൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴാവുന്ന അവസ്ഥയിലാണ്. സ്കൂൾ കുട്ടികളും കാൽനടക്കാരും ഇരുചക്ര വാഹനങ്ങളും നിരന്തരം ആശ്രയിക്കുന്ന റോഡിലാണ് അപകടം പതിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി വൈദ്യുതി ജീവനക്കാരോട് പറയുമ്പോൾ കുഴപ്പമില്ല എന്നുള്ള മറുപടിയാണ് നാട്ടുകാർക്ക് ലഭിക്കുന്നത്. ഇവിടുത്തെ ലൈൻ കമ്പികൾ വളരെ താഴ്ന്ന രീതിയിലാണ് കിടക്കുന്നത്. ദിനം പ്രതി ഇതിലെ കൂടെ നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും വഴിയാത്രക്കാരും പോകുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് ഇതിലെ കൂടെ പോകുന്ന സർവീസ് വയർ പോലും ഇവിടുത്തെ പബ്ലിക് കയറ് കെട്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മഴക്കാലവും കാറ്റും ആയതുകൊണ്ട് ഇത് പൊട്ടി മരം ഒടിഞ്ഞു വീണ് ഇതിന്റെ ലൈൻ കമ്പികളുടെ മേളിൽ വീഴാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അധികൃതർ വേണ്ടുന്ന നടപടി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കഴിഞ്ഞ 1.5 വർഷമായി ഇതാണ് അവസ്ഥ. അപകടം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഇതിലൂടെ ദിവസവും യാത്ര ചെയ്യുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.